കഴിഞ്ഞ 22 മാസങ്ങളായി ഇസ്രയേൽ സൈന്യം പലസ്തീനിലെ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ രാഷ്ട്രീയ നിരീക്ഷകരുടെയും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക, ബന്ദികളെ മോചിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച ഈ സൈനിക നീക്കം വലിയൊരു മാനുഷിക പ്രതിസന്ധിയിലേക്കാണ് ഗാസയെ തള്ളിവിട്ടത്. ആയിരക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിനൊരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ ഇസ്രയേൽ പുതിയ വഴികൾ തേടുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ ഈ പുതിയ നീക്കം മറ്റൊരു വലിയ പ്രതിസന്ധിക്ക് വഴി തുറക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിൽ ശക്തമാണ്. അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഗാസയിലെ ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിപ്പിച്ച് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു പദ്ധതിക്ക് ഇസ്രയേൽ രൂപം നൽകി വരുന്നു. കിഴക്കൻ ആഫ്രിക്കയിലെ ദക്ഷിണ സുഡാനുമായി ഇത് സംബന്ധിച്ച് ഇസ്രയേൽ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ അത് പലസ്തീൻ ജനതയുടെ ചരിത്രപരമായ ഭൂമിയിൽ നിന്നുള്ള പൂർണ്ണമായ പലായനമായി മാറും. ഇസ്രയേൽ പലസ്തീൻ പ്രശ്നങ്ങൾക്ക് കാലങ്ങളായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും അംഗീകൃത പരിഹാരം ദ്വിരാഷ്ട്ര പരിഹാരമാണ്. പലസ്തീനികൾക്ക് സ്വതന്ത്രവും പരമാധികാരമുള്ളതുമായ ഒരു രാജ്യം സ്ഥാപിക്കാൻ അവസരം നൽകുകയും അത് ഇസ്രയേലിനോട് ചേർന്ന് സമാധാനപരമായി നിലനിൽക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ കാതൽ. പലസ്തീൻ അതോറിറ്റിയും ഹമാസ് ഉൾപ്പെടെയുള്ള പലസ്തീൻ സംഘടനകളും സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ അറബ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഈ പദ്ധതിക്ക് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ ഇതിനോട് ഒരിക്കലും പൂർണ്ണമായി യോജിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ സർക്കാർ ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ സുരക്ഷാ ഭീഷണിയായിട്ടാണ് കാണുന്നത്. ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രയേലിന്റെ നിയന്ത്രണം നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ദ്വിരാഷ്ട്ര പരിഹാരമെന്ന ആശയത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക എന്ന പുതിയ പദ്ധതിക്ക് ഇസ്രയേൽ രൂപം നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ മുൻപ് നടത്തിയ ചില പ്രസ്താവനകളും ഈ പുതിയ പദ്ധതിക്ക് പ്രചോദനമായിട്ടുണ്ടെന്ന് നെതന്യാഹു തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഗാസയിലെ ഭൂമി ഒഴിപ്പിച്ച് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥാപിക്കാമെന്ന് ട്രംപ് ഒരിക്കൽ പറഞ്ഞിരുന്നു. ഈ നിലപാടിനെ പിന്തുടരുന്ന ഒരു നീക്കമായിട്ടാണ് ഇസ്രയേലിന്റെ പുതിയ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ഇസ്രയേൽ പരിഗണിക്കുന്ന പ്രധാന രാജ്യങ്ങളിലൊന്ന് കിഴക്കൻ ആഫ്രിക്കയിലെ ദക്ഷിണ സുഡാനാണ്. എന്നാൽ ഈ നീക്കം പല കാരണങ്ങൾ കൊണ്ടും വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ദക്ഷിണ സുഡാൻ എന്നത് നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ഒരു രാജ്യമാണ്. ഈ രാജ്യം ഇന്നും കടുത്ത രാഷ്ട്രീയ അസ്ഥിരതയിലും മാനുഷിക ദുരിതങ്ങളിലും അകപ്പെട്ട് കിടക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ആഭ്യന്തര കലാപങ്ങളിൽ കൊല്ലപ്പെടുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളാവുകയും ചെയ്ത ഒരു രാജ്യത്തേക്കാണ് പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഭൂരിഭാഗം മുസ്ലിങ്ങളായ പലസ്തീൻ ജനതയെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ദക്ഷിണ സുഡാനിലേക്ക് മാറ്റുന്നത് സാംസ്കാരികവും മതപരവുമായ സംഘർഷങ്ങൾക്ക് വഴി തെളിയിച്ചേക്കാം. നിലവിൽ തന്നെ സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യത്തേക്ക് ദുരിതമനുഭവിക്കുന്ന ഒരു ജനതയെ മാറ്റുന്നത് വലിയൊരു ക്രൂരതയായിട്ടാണ് മനുഷ്യാവകാശ സംഘടനകൾ കാണുന്നത്. ഗാസയിലെ ജനതയുടെ ജന്മനാട്ടിൽ നിന്നും അവരെ ബലമായി പിഴുതെറിയുന്നതിന് തുല്യമാണ് ഈ നീക്കം. ഈ നീക്കം നടപ്പിലാക്കിയാൽ അത് പലസ്തീൻ ജനതയുടെ നഗ്ബ എന്നറിയപ്പെടുന്ന 1948 പലായനത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ നിർബന്ധിത പലായനമായിരിക്കും. അന്ന് ഇസ്രയേൽ രൂപീകൃതമായപ്പോൾ ലക്ഷക്കണക്കിന് പലസ്തീനികൾക്ക് അവരുടെ വീടുകളും നാടും നഷ്ടപ്പെട്ടു. സമാനമായൊരു ദുരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഗാസയിലെ ജനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിൽ നിന്നും പലായനം ചെയ്യാനുള്ള ഒരു നീക്കത്തെയും പലസ്തീൻ ജനത അംഗീകരിക്കില്ല. ഞങ്ങൾക്ക് മരിക്കാൻ മാത്രമേ സാധിക്കൂവെങ്കിൽ അത് ഞങ്ങളുടെ സ്വന്തം മണ്ണിലായിരിക്കും എന്നതാണ് അവരുടെ നിലപാട്. പലസ്തീൻ അതോറിറ്റി നേതാക്കളും ഹമാസും ഈ വിഷയത്തിൽ ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. തങ്ങളുടെ ജന്മനാട് ഉപേക്ഷിച്ച് പോകില്ലെന്ന് അവർ പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഇസ്രയേൽ ആക്രമണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ പലസ്തീനികളെ ഈജിപ്തിലെ സിനായി മരുഭൂമിയിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഈജിപ്തും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഈ നീക്കത്തെ ശക്തമായ ഭാഷയിൽ എതിർത്തു. ഗാസയിലെ ജനങ്ങളെ സ്വീകരിക്കാൻ ഈജിപ്ത് തയ്യാറല്ലെന്ന് അന്ന് തന്നെ വ്യക്തമാക്കി. പലസ്തീനികളെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്നും തുടച്ചു നീക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമമാണ് ഈ പലായന നീക്കങ്ങളെന്ന് അറബ് രാജ്യങ്ങൾ കരുതുന്നുണ്ട്. ഇസ്രയേലിന്റെ ഈ പുതിയ നീക്കത്തെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കും. മനുഷ്യാവകാശ ലംഘനങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം, നിർബന്ധിത പലായനം തുടങ്ങിയ ആരോപണങ്ങൾ ഇസ്രയേലിന് നേരിടേണ്ടി വരും. യൂറോപ്യൻ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ഈ നീക്കത്തെ എതിർക്കാനാണ് സാധ്യത.
ഈ പ്രശ്നത്തിന് സമാധാനപരമായ ഒരു പരിഹാരം കാണണമെങ്കിൽ ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി എതിർക്കേണ്ടി വരും. ദ്വിരാഷ്ട്ര പരിഹാരം എന്ന ആശയം കൂടുതൽ ശക്തമായി മുന്നോട്ട് വയ്ക്കുകയും അതിലേക്ക് ഇരുപക്ഷത്തെയും എത്തിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഗാസയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. ദക്ഷിണ സുഡാനിലേക്ക് ഒരു പലായനം നടന്നാൽ അത് ചരിത്രത്തിലെ മറ്റൊരു കറുത്ത അധ്യായമായിരിക്കും. ഈ വിഷയത്തിൽ സൗദി അറേബ്യയുടെ നിലപാട് നിർണായകമാണ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പലസ്തീൻ പ്രശ്നത്തിൽ എപ്പോഴും ദ്വിരാഷ്ട്ര പരിഹാരത്തെയാണ് പിന്തുണച്ചിട്ടുള്ളത്. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സൗദി നടത്തുന്ന ചർച്ചകളിലും പലസ്തീൻ വിഷയത്തിന് മുൻഗണന നൽകുന്നു. അതിനാൽ സൗദിയുടെ ശക്തമായ എതിർപ്പ് ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇസ്രയേലിനൊരു തടസ്സമായേക്കാം. ചുരുക്കത്തിൽ ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്ന ഈ പുതിയ നീക്കം ഗാസയിലെ ജനതയുടെ ഭാവിക്ക് മാത്രമല്ല, പശ്ചിമേഷ്യൻ സമാധാന പ്രക്രിയയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ വിഷയത്തിൽ ആഗോള സമൂഹം സ്വീകരിക്കുന്ന നിലപാടുകൾ ഈ പ്രതിസന്ധിയുടെ ഭാവി നിർണ്ണയിക്കും.